വലിയ മാനസികാഘാതത്തിലും മാനസിക സമ്മർദ്ദത്തിലും പെട്ടിട്ടുള്ള മനുഷ്യരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അവരെ ഇപ്പോൾ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് അവരെല്ലാം തുല്യ ദുഃഖിതരാണ് എന്നുള്ളതാണ്, അല്ലേ? മനുഷ്യരെ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട, ഇനിയും കണ്ടെത്താത്ത ആളുകളെ കാത്തിരിക്കുന്ന ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കണമെന്നില്ല. എല്ലാവർക്കും ഒരുമിച്ചിങ്ങനെ വളരെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്കൊക്കെ പരസ്പരം പങ്കുവയ്ക്കാവുന്ന ദുഃഖങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഈ ക്യാമ്പുകളിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിരിക്കും, ഒരു സംശയം വേണം. നമ്മളിനി അവിടെ എന്തൊക്കെ കൊണ്ടുപോയി കൊടുത്താലും, ഇപ്പോൾ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു, ഇഷ്ടംപോലെ പിന്നെ ഭക്ഷണം അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു, എങ്കിൽ കൂടിയും പരാതികൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലായിടത്തും എല്ലാവരുടെയും കണ്ണെത്തണമെന്നില്ല. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നൊരു യാഥാർത്ഥ്യം നമുക്കുണ്ട്.